Hello everyone. Today we are going to discuss the collision properties of gas molecules. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കുറച്ച് ടേംസ് ആണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, which includes collision diameter, collision number, collision frequency, mean free path, etc. So starting from collision diameter, ഈ ഒരു ടേം സിഗ്മ എന്ന സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. സോ കൈനറ്റിക് തിയറി പ്രകാരം ഗ്യാസ് മോളിക്യൂൾസ് ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ കൊളീഷൻ്റെ സമയത്ത് അവിടെ യാതൊരു തരത്തിലുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അപ്രോക്സിമേഷനിൽ നിന്ന് കൊളീഷനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതായത് രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് വളരെ ക്ലോസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവിടെ ഇൻഫൈനൈറ്റ് ഫോഴ്സ് ഓഫ് മ്യൂച്വൽ റിപ്പൽഷൻ അവർക്കിടയിൽ ഉണ്ടാവുകയും അതുവഴി അവർ റിവേഴ്സൽ ഡയറക്ഷനിൽ ഒരു ബൗൺസ് ബാക്കിങ് സംഭവിക്കുകയും ചെയ്യുന്നു. സോ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കൈനറ്റിക് തിയറിയെ നമ്മൾ മോളിക്കുലാർ ഡൈനാമിക്സിൽ ബില്ലിയാർഡ് ബോൾ മോഡൽ എന്ന് പറയാറുണ്ട്. Now let's define collision diameter. It is the distance between the centers of two gas molecules at the point of closest approach to each other. It is represented by the symbol sigma. So വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആക്ച്വലി കൊളീഷൻ ഡയമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് ഇങ്ങനെയും മാറ്റി പറയാം. അതായത് രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സിഗ്മ ആവുമ്പോൾ അല്ലെങ്കിൽ കൊളീഷൻ ഡയമീറ്ററിന് ഈക്വൽ ആവുന്ന സമയത്ത് അവിടെ ഒരു കൊളീഷൻ സംഭവിക്കുന്നു എന്ന് പറയാം. കൊളീഷൻ ഡയമീറ്റേഴ്സ് ആക്ച്വൽ ഡയമീറ്റേഴ്സ് ഓഫ് മോളിക്യൂൾസിൻ്റെ ഓർഡറിൽ തന്നെയാണ് വരാറുള്ളത്. ഹൈഡ്രജൻ്റെ കേസിൽ ഇറ്റ് ഈസ് 2.74 ആങ്സ്ട്രോം, നൈട്രജൻ്റെ കേസിൽ ഇറ്റ് ഈസ് 3.75 ആങ്സ്ട്രോം, ഫോർ ഓക്സിജൻ ഇറ്റ് ഈസ് 3.61 ആങ്സ്ട്രോം. Now let's coming to our next property, collision number represented by the letter Z. ഒരു ഗ്യാസിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു സിംഗിൾ മോളിക്യൂളിന് യൂണിറ്റ് ടൈമിൽ സഫർ ചെയ്യുന്ന ആവറേജ് നമ്പർ ഓഫ് കൊളീഷൻസിനെയാണ് നമ്മൾ കൊളീഷൻ നമ്പർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ആവറേജ് നമ്പർ ഓഫ് കൊളീഷൻസ് സഫേർഡ് ബൈ എ സിംഗിൾ മോളിക്യൂൾ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് കോൾഡ് കൊളീഷൻ നമ്പർ. From kinetic theory consideration, the collision number Z is given by √2 pi v sigma square rho. ഇവിടെ v എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റിയും സിഗ്മ എന്ന് പറയുന്നത് കൊളീഷൻ ഡയമീറ്ററും ആണ്. റോ എന്ന് പറയുന്നത് പുതിയൊരു ടേമാണ്, നമ്പർ ഡെൻസിറ്റി, അതായത് ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ വോളിയം n/v. സോ ഇതിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കൊളീഷൻ നമ്പറിൻ്റെ യൂണിറ്റും കണ്ടെത്താനായിട്ട് സാധിക്കും. ഇക്വേഷൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം √2 ആൻഡ് പൈ ആർ കോൺസ്റ്റൻറ്റ്സ്. സോ നമുക്ക് ബാക്കിയുള്ളത് ആവറേജ് വെലോസിറ്റി, അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ദെൻ കൊളീഷൻ ഡയമീറ്റർ ആണ് വരുന്നത്, അത് നമുക്ക് സ്ക്വയർ ടേം ആണ്, സിഗ്മ സ്ക്വയർ ആണ്. സോ മീറ്റർ ആണ് യൂണിറ്റ്, മീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. ദെൻ നമ്പർ ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് m⁻³ ആണ്. സോ നമ്മളുടെ ഇക്വേഷനിൽ മീറ്ററിൻ്റെ എല്ലാ ടേമും 1 + 2 - 3, അതായത് മീറ്ററിൻ്റെ ടേം 0 ആയി. ആൻഡ് ദ റിമൈനിങ് ടേം വിൽ ബി സെക്കൻഡ് ഇൻവേഴ്സ്. ഒരു യൂണിറ്റ് വോളിയത്തിൽ യൂണിറ്റ് ടൈമിൽ സംഭവിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻസിൻ്റെ ടോട്ടൽ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കൊളീഷൻ ഫ്രീക്വൻസി. ദ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് കൊളീഷൻ ഫ്രീക്വൻസി. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് Z11 ആണ്, സഫിക്സ് ആയിട്ടാണ് ഈ 11 സൂചിപ്പിക്കാറുള്ളത്. സോ സെയിം മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നത് എങ്കിൽ അത് 11 എന്നും, ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിലാണ് കൊളൈഡ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ Z12 എന്നും സൂചിപ്പിക്കും. കൊളീഷൻ നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Z = √2 pi v sigma square rho. ഇത് യൂണിറ്റ് വോളിയത്തിലുള്ള യൂണിറ്റ് ടൈമിൽ ഒരു സിംഗിൾ മോളിക്യൂളിൽ അനുഭവപ്പെടുന്ന കൊളീഷൻസിൻ്റെ എണ്ണമാണ്. നമുക്ക് കാണേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് ആണ്. സോ രണ്ട് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദ നമ്പർ ഡെൻസിറ്റി ഫോർ ബോത്ത് മോളിക്യൂൾസ്. സോ നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു ഡിഫറൻസ് വരും.
റൂട്ട് 2 പൈ വി സിഗ്മ സ്ക്വയർ റോ ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ 2. കാരണം ഇവിടെ രണ്ടും കൊളീഷൻ ഇൻവോൾവ് ചെയ്യുന്നത് സെയിം മോളിക്യൂൾസ് തമ്മിലാണ്. സോ Z11 എന്ന് നമുക്ക് കൊടുക്കാം. On simplification we will get Z11 is equal to 1 by root 2 pi into V into sigma square into rho square. ഇവിടെ V എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ ആവറേജ് വെലോസിറ്റിയും അതുപോലെ തന്നെ മോളിക്യൂൾസിൻ്റെ കൊളീഷൻ ഡയമീറ്ററാണ് സിഗ്മ. The unit of Z11 can be seen to be as second inverse meter cube inverse. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ദറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി, കൊളീഷൻ ഡയമീറ്റർ ആൻഡ് ദ നമ്പർ ഡെൻസിറ്റി. So for a given sigma and rho values, the collision frequency is directly proportional to the average velocity v. ഇനി നമുക്ക് വിയുടെ വാല്യൂ അറിയാം 8RT/πm all raised to 1/2. That is root 8RT/πm. ഇത് നമ്മൾ Z11ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് we will get 2 sigma square rho square into root pi RT/m. ഇവിടെ m എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ മോളിക്കുലാർ മാസും T എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലുള്ള ടെമ്പറേച്ചറുമാണ്. നോർമൽ ടെമ്പറേച്ചറും പ്രഷർ ആവുന്ന സമയത്ത് തന്നെ ഒരു ഗ്യാസിലുള്ള ബൈമോളിക്കുലാർ കൊളീഷൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് ഇനോമസ്. അതായത് ഏകദേശം ഒരു 10⁻34 m⁻³ per second കൊളീഷൻസ് അവിടെ നടന്നിട്ടുണ്ടാകും. ഇനി മുകളിലുള്ള എക്സ്പ്രഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് Z11 is directly proportional to root T. അതായത് കൊളീഷൻ ഫ്രീക്വൻസി is directly proportional to the square root of Kelvin temperature. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം കൊളീഷൻ ഫ്രീക്വൻസി റോ സ്ക്വയറിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോളിയം ആണ്. സോ റോ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ദാറ്റ് മീൻസ് റോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ബോൾസ് ലോ അനുസരിച്ച് നമുക്കറിയാം പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ റോ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുമ്പോൾ rho will be directly proportional to pressure. So Z11 is directly proportional to P square കാരണം ഇവിടെ നമുക്ക് rho square ആണ് വരുന്നത്. So we can say collision frequency is directly proportional to square of the number density and also to the square of the pressure of the gas. അതുപോലെ തന്നെ Z11 ഒരു given ടെമ്പറേച്ചറിലും പ്രഷറിലും അത് സിഗ്മ സ്ക്വയറിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. Collision frequency is directly proportional to square of the collision diameter of the gas. ഇനി നമ്മുടെ സാമ്പിളിൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണെങ്കിൽ, അതായത് രണ്ട് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ യൂണിറ്റ് വോളിയത്തിൽ യൂണിറ്റ് ടൈമിൽ നടക്കുന്ന നമ്പർ ഓഫ് കൊളീഷൻസ് ബിറ്റ്വീൻ ദീസ് type 1 molecule and type 2 molecule will be Z12 is equal to 1 by root 2 into pi v sigma square rho 1 into rho 2. rho 1 rho 2 എന്ന് പറയുന്നത് ടൈപ്പ് 1 മോളിക്യൂളിൻ്റെയും ടൈപ്പ് 2 മോളിക്യൂളിൻ്റെയും നമ്പർ ഡെൻസിറ്റീസ് ആണ്.